ഹലോ ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു പ്രോബ്ലം ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡയഗ്രാഫിൽ വരുന്ന ഒരു പ്രോബ്ലം, ഡയഗ്രാഫിൽ അഫൈൻ ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു പ്രോബ്ലം. അപ്പോൾ അതൊന്നുകൂടെ നോക്കാം. പ്രോബ്ലം ഇതാണ്: സപ്പോസ് ദാറ്റ് എ സ്റ്റഡി ഓഫ് ലാർജ് സാമ്പിൾ ഓഫ് സൈഫർ ടെക്സ്റ്റ് റിവീൽസ് ദാറ്റ് ദ മോസ്റ്റ് frequently occurring diagrams are ZA, IA and IW. Suppose that the most common diagrams in English language are E blank, S blank and T blank. And you know that the crypto system uses an affine enciphering transformation modulo 729. Find the deciphering key and read the message NDXBHO. Also find the enciphering key. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡെസിഫറിംഗ് കീ കണ്ടുപിടിക്കാം, അതായത് എ ഡാഷ് ബി ഡാഷ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫൈൻ ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് ഡയഗ്രാഫിൻ്റെ എൻസിഫറിംഗ് ട്രാൻസ്ഫോർമേഷനും ഡെസിഫറിംഗ് ട്രാൻസ്ഫോർമേഷനും ഒന്ന് എഴുതാം. അപ്പോൾ എൻസിഫറിംഗ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത് സി ഈസ് കോൺഗ്രുവൻറ്റ് ടു എ പി പ്ലസ് ബി മോഡ് 729 എന്നാണ്. എൻ സ്ക്വയറിൻ്റെ പ്ലേസിലാണ് 729 വന്നിരിക്കുന്നത്. അതുപോലെ ഡെസിഫറിങ്ങിൻ്റെ ഫോർമുല വരുന്നത് ട്രാൻസ്ഫോർമേഷൻ വരുന്നത് P is congruent to A dash C plus B dash മോഡ് 729 എന്നാണ്. അതുപോലെ തന്നെ എയും എ ഡാഷും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എ ഡാഷ് ബി ഡാഷ് ആണ് നമ്മുടെ ഡെസിഫറിങ് കീസ് വരുന്നത്, എയും ബിയും ആണ് നമ്മുടെ എൻസിഫറിങ് കീസ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത് ഡെസിഫറിങ് കീ ആയ എ ഡാഷും ബി ഡാഷും ആണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും ചെയ്യാറ്. ദെൻ അതിൻ്റെ ഇൻവേഴ്സസ് യൂസ് ചെയ്തിട്ടാണ് എയും ബിയും നമ്മൾ ഫൈൻഡ് ചെയ്യാറ്. അപ്പോൾ ആദ്യം എ ഡാഷും ബി ഡാഷും ഫൈൻഡ് ചെയ്യാം. അപ്പോൾ എ ഡാഷും ബി ഡാഷും ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം ആ ഡെസിഫറിങ് ഫോർമുലാസ് ഈ 3 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ. ഈ 3 എണ്ണം തന്നിരിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിഫറിങ് റൂൾസ് നമ്മളൊന്ന് എഴുതാം. അപ്പോൾ ആദ്യം സെഡ് എ ആണ്. സെഡ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് വരുന്നത് 675 എ ഡാഷ് പ്ലസ് ബി ഡാഷ് കോൺട്രുവൻറ്റ് ടു 134 മോഡ് 729 എന്നുള്ളതാണ്. അത് ആക്ച്വലി നമ്മൾ എഴുതുന്നത് ശരിക്കും നമുക്ക് P is congruent to A dash C plus B dash മോഡ് 729 എന്നുള്ളതാണ്. തിരിച്ച് നമ്മൾ എഴുതിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആ എ ഡാഷ് ബി ഡാഷിൻ്റെ ടേം ആദ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് തിരിച്ചെഴുതുന്നത്. അതായത് ഇവിടെ ലൈറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എ ഡാഷ് സി പ്ലസ് ബി ഡാഷ് ഈസ് കോൺട്രുവൻറ്റ് ടു പി മോഡ് 729 എന്ന് എഴുതിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കോൺട്രുവൻസ് ആയതുകൊണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രണ്ട് സൈഡിലേക്കും മാറി മാറി എഴുതാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഈ ഫസ്റ്റ് കോൺട്രുവൻസ് എഴുതിയിരിക്കുന്നത്. അതിൽ സി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം എക്സ് ഡാഷ് എൻ പ്ലസ് വൈ ഡാഷ് ആണ്. ഇവിടെ എൻ സ്ക്വയർ 729ഉം എൻ 27ഉം ആണ്. എക്സ് ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ന്യൂമറിക്കൽ ഇക്വാലൻറ്റ് ഓഫ് ഫോർ ദ ചോയ്സ് ഓഫ് ഡയഗ്രാഫ് ആണ്. വൈ ഡാഷ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്യാരക്ടറാണ്, ന്യൂമറിക്കൽ ഇക്വാലൻ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെഡ് എ ആണ് ആദ്യം എടുക്കണേ എങ്കിൽ സെഡ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം സെഡിൻ്റെ ന്യൂമറിക്കൽ ഇക്വാലൻ്റ് എഴുതും, പിന്നെ എയുടെ ന്യൂമറിക്കൽ ഇക്വാലൻ്റ് എഴുതും. അപ്പോൾ 25ഉം 0യും വരും. അതിൽ 25 ആണ് എക്സ് ഡാഷ് ഫസ്റ്റ് ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഇക്വാലൻ്റ്, എയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഇക്വാലൻ്റ് 0 വരും. എന്നിട്ട് സി എന്നുള്ള ഫോർമുലയിൽ എക്സ് ഡാഷ് എൻ പ്ലസ് വൈ ഡാഷ് എന്നുള്ള ഫോർമുലയിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് 675 കിട്ടുന്നത്. അപ്പോൾ സിയുടെ പ്ലേസിൽ എ ഡാഷ് സി പ്ലസ് ബി ഡാഷ് കോൺട്രുവൻറ്റ് ടു പി മോഡ് 729 എന്നല്ലേ നമ്മൾ എഴുതണത്. അപ്പോൾ അവിടെ സിയുടെ പ്ലേസിൽ 675 എ ഡാഷ് പ്ലസ് ബി ഡാഷ് കോൺട്രുവൻറ്റ് ടു പി എന്ന് പറഞ്ഞാൽ 134 ആണ് വരിക. 134 വരുന്നത് നമ്മൾ ഇവിടെ ഇ ബ്ലാങ്ക് അല്ലേ എടുക്കുന്നത്, പിയുടെ നമ്മുടെ പി ആയിട്ട് നമ്മൾ ഇ ബ്ലാങ്ക് ആണ്. സെഡ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇ ബ്ലാങ്ക്, ഐ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എസ് ബ്ലാങ്ക്, ഐ ഡബ്ല്യുവിന് കറസ്പോണ്ടിങ് ആയിട്ട് ടി ബ്ലാങ്ക്. അപ്പോൾ സെഡ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി എന്ന് പറഞ്ഞാൽ ഇ ബ്ലാങ്ക് ആണ്. ഫ്രീക്വൻറ്റ്ലി ഒക്കറിംഗ് ലെറ്റേഴ്സിൻ്റെ ആ ഒരു ഫോമിലാണ് നമ്മളിത് കറസ്പോണ്ടിങ്ങിലി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലാങ്കും ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ന്യൂമറിക്കൽ ഇക്വാലൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുള്ള ഫോർമുല ഇത് തന്നെയാണ്. പി ഈക്വൽ ടു അതിവിടെ കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. പി ഈസ് ഈക്വൽ ടു എക്സ് എൻ പ്ലസ് വൈ. ഇവിടെ എക്സ് ഡാഷ് വൈ ഡാഷ് വരില്ല, എക്സ് എൻ, കാരണം എൻസിഫറിങ് അല്ലേ, അതായത് ഫസ്റ്റത്തെ പ്ലെയിൻ ടെക്സ്റ്റ് അല്ലേ ഈ ബ്ലാങ്ക്. അപ്പോൾ എക്സ് എൻ പ്ലസ് വൈ, എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ലെറ്ററിൻ്റെ ന്യൂമറിക്കൽ ഇക്വാലൻ്റ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെറ്ററിൻ്റെ ന്യൂമറിക്കൽ ഇക്വാലൻ്റ് ആണ്. അപ്പോൾ ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും വരിക 4 വരും അല്ലേ. ബ്ലാങ്കിന് കറസ്പോണ്ടിങ് ആയിട്ട് 26 വരും. അപ്പോൾ 4 × 27
പ്ലസ് 26 ചെയ്താൽ മതി. 4 × 27 പ്ലസ് 26 എന്നുള്ളത് ചെയ്താൽ മതി. നമുക്ക് 134 എന്ന് കിട്ടും. അങ്ങനെ പിയുടെയും സിയുടെയും ന്യൂമറിക്കൽ ഇക്വാലൻസ് ആണ് ഇവിടെ എഴുതിപ്പോയിരിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ വരിക. സെക്കൻഡ് ഇവിടെ കോൺഗ്രുവൻസ് ഇവിടെ ഫോട്ടോ എടുത്തതിൽ മിസ്സിങ് ആണ്. അപ്പോൾ അത് നമ്മൾ എഴുതണം കേട്ടോ. നിങ്ങൾ എഴുതി നോക്കണം. അതായത് IAക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സെയിം ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്താൽ മതി. അത് IAക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. IAക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് C കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 216 കിട്ടുക. അതുപോലെ IAക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എസ് ബ്ലാങ്ക് അല്ലേ, എസ് ബ്ലാങ്കിൻ്റെയും ന്യൂമറിക്കൽ ഇക്വാലൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഈ വിട്ടു പോയിരിക്കുന്ന ഒരു കോൺഗ്രുവൻസ് ഉണ്ട്. അത് ഞാൻ ചെയ്ത് നോക്കിയിരുന്നു, പക്ഷെ ഞാനതിൻ്റെ വാല്യൂ എഴുതി വെച്ചിട്ടില്ല. ആ ഒരു കോൺഗ്രുവൻസ് ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ ഈ 216 A' plus B' is congruent to എസ് ബ്ലാങ്കിൻ്റെ വാല്യൂ ആണ് ഇവിടെ വരിക. അത് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കോൺഗ്രുവൻസ് വരിക 216 A' plus B' is congruent to 512 mod 729 എന്നാണ് കേട്ടോ വരിക. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. ദെൻ മൂന്നാമത്തെ കോൺഗ്രുവൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ കോൺഗ്രുവൻസ് കറസ്പോണ്ടിങ്ങിൽ IWനും T ബ്ലാങ്കിനും നേരെയാണ് വരുന്നത്. അപ്പോൾ 238 A' plus B' കോൺഗ്രുവൻ ടു 721 mod 729 അതാണ് വരുന്നത്. ഇനി ഇതിൽ നിന്ന് ഇപ്പോൾ 3 കോൺഗ്രുവൻസസ് ഉണ്ട്. ഏതെങ്കിലും ഒരു കോൺഗ്രുവൻസ് സോൾവ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് കൊണ്ടുവരേണ്ടത്, ഒരു A' B' കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ B' എലിമിനേറ്റ് ചെയ്യണം. A' ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ B' എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റും സെക്കൻഡും ആദ്യത്തെ 2 കോൺഗ്രുവൻസസ് സബ്ട്രാക്ട് ചെയ്യും. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് സബ്ട്രാക്ട് ചെയ്യും. ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 459 A' ഈസ് കോൺഗ്രുവന്റ് ടു 351 mod 729 എന്നാണ് വരിക. അത് സബ്ട്രാക്ട് ചെയ്ത് നോക്കുക. സബ്ട്രാക്ട് ചെയ്തത് ഇവിടെ കാണിച്ചിട്ടില്ല. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നെഗറ്റീവ് ആയിരിക്കും വരുന്നുണ്ടാവുക. ആ നെഗറ്റീവിന് പകരം അതിൻ്റെ പോസിറ്റീവ് വാല്യൂ ഏതാണോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ഇവിടെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കിട്ടുക. പക്ഷേ ഈ ലീനിയർ കോൺഗ്രുവൻസ്, ഇപ്പോൾ നമുക്കൊരു ലീനിയർ കോൺഗ്രുവൻസ് ആണ് കിട്ടിയില്ലേ A' ഇനി ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിന് യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്കത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമുക്ക് ആ യുണീക്ക് സൊല്യൂഷനാണ് ആവശ്യം. അപ്പോൾ ഈ ഒരു ലീനിയർ കോൺഗ്രുവൻസിന് യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റിൻ്റെയും ഇവിടുത്തെ ഈ വാല്യൂൻ്റെയും മോഡ് ഏതാണോ എടുക്കണേ അതിൻ്റെ വാല്യൂൻ്റെയും രണ്ടിൻ്റെയും കൂടി GCD 1 ആകുമ്പോൾ മാത്രമേ ഇതിന് യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അത് കോൺഗ്രുവൻസിൽ വരുന്ന ഒരു തിയറമാണ്. അതായത് AX കോൺഗ്രുവന്റ് ടു B mod N യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എയുടെയും അതായത് ഇവിടുത്തെ കോഎഫിഷ്യൻറ്റിൻ്റെയും ഇവിടുത്തെ N ആയിട്ട് വരുന്ന എന്തോ വെച്ചിട്ടാണോ മോഡ് എടുക്കുന്നത് ആ നമ്പറിൻ്റെയും GCD 1 ആയിരിക്കണം എന്നൊരു റൂളുണ്ട്. പക്ഷേ ഇവിടുത്തെ GCD 1 അല്ല, 3 എങ്ങാണ്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യുണീക്ക് സൊല്യൂഷൻ അല്ല എക്സിസ്റ്റ് ചെയ്യുക. യുണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും A' കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇതവിടെ വെച്ചിട്ട് ഫസ്റ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് A' കിട്ടിയാൽ മതിയല്ലോ. ഫസ്റ്റിൽ നിന്ന് തേർഡ് കോൺഗ്രുവൻസ് സബ്ട്രാക്ട് ചെയ്യും. ഫസ്റ്റിൽ നിന്ന് തേർഡ് കോൺഗ്രുവൻസ്, ഇപ്പോൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഫസ്റ്റിൽ നിന്ന് തേർഡ് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളും ഇങ്ങനെ വേറൊരു പ്രോബ്ലത്തിൽ ഇങ്ങനെ വരികയാണെങ്കിൽ യുണീക്ക് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകണ്ട, അത് ബുദ്ധിമുട്ടാവും. യുണീക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സബ്ട്രാക്ട് ചെയ്തിട്ട് B' ഒഴിവാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അടുത്ത ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് യുണീക്ക് വരുന്നുണ്ടോ എന്നുള്ളത് GCD 1 ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതെടുത്ത് ചെയ്തു പോയാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റിൽ നിന്ന് തേർഡ് സബ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റിൽ നിന്ന് തേർഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കോൺഗ്രുവൻസ് ആണ് കിട്ടുക. ഇതിൽ 437ൻ്റെയും 729ൻ്റെയും GCD നോക്കിക്കഴിഞ്ഞാൽ അത് 1 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് ഈ 729 437ൻ്റെ ഇൻവേഴ്സ് ആദ്യം ഫൈൻഡ് ചെയ്യണം. കാരണം ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് ഇവിടെ വരിക. 437ൻ്റെ ഇൻവേഴ്സ് ആണ് ഇപ്പുറത്തേക്ക് വരിക ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ A' ഈസ് കോൺഗ്രുവന്റ് ടു 437 ഇൻവേഴ്സ് ഇൻറ്റു 142 ഇൻറ്റു mod 79 എന്നാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 437ൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റണം. കാരണം AX കോൺഗ്രുവന്റ് ടു B mod N സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ X കോൺഗ്രുവന്റ് ടു
എ ഇൻവേഴ്സ് ബി മോഡ് എൻ ആണ്. അതായത് ഇവിടെയുള്ളതിൻ്റെ ഇൻവേഴ്സ് എന്താണോ അതേ ഇൻറ്റു ഇവിടുത്തെ വാല്യൂ ഇൻറ്റു മോഡ് 729 എന്നുള്ളതാണ് ലീനിയർ കോൺഗ്രുവൻസിൻ്റെ യുണീക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ആ ഫോർമുല പ്രകാരം നമുക്ക് 437ൻ്റെ ഇൻവേഴ്സ് ആദ്യം ഫൈൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് മോഡിലോ 729 ട്ടോ. ഇൻവേഴ്സ് ആദ്യം ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 729 നമ്മൾ 437ൻ്റെ ടേംസിൽ എക്സ്പാൻഡ് ചെയ്തു. നമ്മൾ GCD ഒക്കെ ഫൈൻഡ് ചെയ്യാനായിട്ട് എക്സ്പാൻഡ് ചെയ്യാറില്ലേ, ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി. പിന്നെ 437നെ യൂക്ലിഡ് അൽഗോരിതം പോലെ 120 1 × 292 145 അങ്ങനെ ഇവിടെ നമുക്ക് 1 കിട്ടി. അപ്പോൾ ഇവിടെ 1 ആണ് GCD വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ യുണീക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ GCD 1 വരുന്ന കേസ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിനി ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതുക. അങ്ങനെ എഴുതി വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡാണല്ലോ. ലാസ്റ്റ് നമുക്ക് 362 - 437 equal 1 equal to 362 into 437 minus 217 into 729 ആണ്. ഇനി നമുക്കിതിൻ്റെ മോഡ് 729 ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഭാഗം 217 into 729 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 729 ആയതുകൊണ്ട് അതിൻ്റെ മോഡ് എടുക്കുമ്പോൾ അത് 0 ആയിട്ട് പോവും. അപ്പോൾ പിന്നെ ബാക്കി ഉണ്ടാവുക 1 is congruent to 362 into 437 മോഡ് 729 ആണ് ഉണ്ടാവുക. ഇത് 0 ആയി പോകും മോഡ് 729 എടുക്കുമ്പോൾ. അപ്പോൾ നോക്കി 362 into 437 ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ 1 കിട്ടുന്നത്. 1 ആണ് അവിടുത്തെ ഐഡൻറ്റിറ്റിയിലോ. അപ്പോൾ 437ൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ 362 ആണ് വരുന്നത്. രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് മോഡ് 729 എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ഐഡൻറ്റിറ്റി കിട്ടണം. റിമൈൻഡറാണ് ആ 1 കിട്ടുന്നത് എന്നുള്ള രീതിയിലാണ് ആലോചിക്കുന്നത്, ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 437ൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 362 ആണ്. അപ്പോൾ 362 വെച്ചിട്ട് നമ്മൾ എ ഡാഷ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ എ ഡാഷ് ഈസ് കോൺഗ്രുവൻറ്റ് ടു ആ ഇൻവേഴ്സ് എന്നുള്ളിടത്ത് 362 into 142 മോഡ് 729 കൊടുക്കുന്നു. അപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് മോഡ് 729 എടുക്കുമ്പോൾ 374 മോഡ് 729 എന്ന് കിട്ടുന്നു. ഓക്കെ, അങ്ങനെയാണ് എ ഡാഷ്, അതായത് ഡെസിഫറിംഗ് കീയിലെ ഒരെണ്ണം നമ്മൾ ഫൈൻഡ് ചെയ്തു. നമുക്ക് ബി ഡാഷ് കണ്ടുപിടിക്കണം. അപ്പോൾ ബി ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ബി ഡാഷ് എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 134 - 675 into 374 മോഡ് 729 ഏതെങ്കിലും ഒന്നിൽ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ നമുക്ക് എ ഡാഷിൻ്റെ പ്ലേസിലാണ് നമ്മൾ 374 മോഡ് 729 എന്നുള്ളത് കൊടുത്തത്. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് മോഡ് 729 ഒക്കെ എടുത്ത് വരുമ്പോൾ ഇവിടെ സബ്ട്രാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് സബ്ട്രാക്ഷൻ ചെയ്ത് 729 ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എഴുതുമ്പോൾ -82 ആണ് വരിക. മൈനസ് നമ്മൾ എഴുതാറില്ല, അതിനെ പോസിറ്റീവ് ആക്കി എഴുതണം. -82 മോഡ് 729 എന്ന് പറയുന്നത് ബി ഡാഷ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 647 മോഡ് 729 ഇക്വാലൻ്റ് ആണ്. അപ്പോൾ അതവിടെ എഴുതുക. അപ്പോൾ ബി ഡാഷും കിട്ടി, ഡെസിഫറിംഗ് കീസ് രണ്ടും കിട്ടി. എ ഡാഷ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 314 374 മോഡ് 729 ബി ഡാഷ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 647 മോഡ് 729. ഡെസിഫറിംഗ് കീസ് കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ ഫോർമുല നമുക്ക് റീഡ് ചെയ്യാൻ തന്നിരിക്കുന്ന ആ മെസ്സേജ്, അതായത് NDXBHO എന്നില്ലേ, അതിനെ ഡയഗ്രാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വേറെ ആയിട്ട് NDXBHO എന്ന് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഇക്വാലൻസ് കണ്ടുപിടിച്ചു. അറിയാലോ, എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എഴുതുക, ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എഴുതുക. ആ നമ്പറിനെ ഇതിലിപ്പോൾ C ആണ് ഈ തന്നിരിക്കുന്നതെല്ലാം. അപ്പോൾ അത് ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് C കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോർമുലയിൽ ചെയ്യുമ്പോൾ ഇതെവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. NDക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഇക്വാലൻ്റ് X'(n+y) ഉള്ളതാണ്. ആ Cക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും 354, XBയുടെ 622 ആൻഡ് HOൻ്റെ 203 അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ C കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള P വാല്യൂസ് ആണ് വേണ്ടത്, ട്രാൻസ്ഫോർമേഷൻസ് ആണ് വേണ്ടത്. ഓരോന്നിൻ്റെയും C കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡെസിഫറിംഗ് റൂള് ഇതിന് ഓരോരുത്തർക്കും, ഇപ്പോൾ ഓരോരുത്തരും ന്യൂമറിക്കൽ ഇക്വാലൻ്റ് കണ്ടുപിടിച്ചു. ഈ ഡെസിഫറിംഗ് റൂള് ഓരോരുത്തർക്കും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഡെസിഫറിംഗ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡെസിഫറിംഗ് റൂൾ എന്തായിരുന്നു. P ഈസ് കോൺഗ്രുവൻറ്റ് ടു A' C + B' മോഡ് 29.
729 അല്ലേ. അപ്പോൾ ഇവിടുത്തെ എ ഡാഷ് നമുക്കറിയാം എത്രയാണെന്നുള്ളത്, ബി ഡാഷിൻ്റെയും അറിയാം, സിയുടെ വാല്യൂ ഇത് ഓരോന്നെടുക്കുക 354, 622, 203 എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നമുക്ക് ഇതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി വാല്യൂസ്, പി എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ആ കോൺഗ്രുവൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ.